ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എഡിറ്റിംഗ് ഫോർ പ്രിൻറ്റിൻ്റെ കംപ്ലീറ്റ് മൊഡ്യൂൾ ഡിസ്കഷനാണ്. വളരെ എളുപ്പത്തിൽ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. കംപ്ലീറ്റ് മൊഡ്യൂൾ ഡിസ്കഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൂടി വെക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള ഫ്രണ്ട്സിനും ആവശ്യമുള്ള ആളുകൾക്കൊക്കെ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ 5 മൊഡ്യൂളാണ് ഈ ഒരു എഡിറ്റിംഗ് ഫോർ പ്രിൻറ്റിൽ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിൻ്റെ സിലബസ് വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുകയാണ്. ഓക്കെ, വളരെ എളുപ്പത്തിലാണ് പറയുന്നത്, സിമ്പിളായിരിക്കും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വരാൻ സാധ്യതയില്ലാത്ത രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ വാട്ട് ഈസ് എഡിറ്റിംഗ്, എന്താണ് എഡിറ്റിംഗ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? എഡിറ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിലീറ്റിംഗ് ഓർ ആഡിങ് ടെക്സ്റ്റ് ആയിക്കോട്ടെ, കണ്ടൻറ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിക്ചേഴ്സ് ആയിക്കോട്ടെ, അതെന്ത് ചെയ്യുന്നു, നമ്മളെ ന്യൂസ് സ്റ്റോറിയിലോട്ട് ആഡ് ചെയ്യുകയും ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ടു എൻഹാൻസ് ദി ക്വാളിറ്റി ഓഫ് ദി കണ്ടൻറ്റ്. സോ എഡിറ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ആഡിങ് ഓർ ഡിലീറ്റിംഗ് മിസ്റ്റേക്സ് ഓർ കണ്ടൻറ്റ്സ് into the news story to enhance the ക്വാളിറ്റി ഓഫ് ദി ന്യൂസ് സ്റ്റോറി. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ആ ന്യൂസ് സ്റ്റോറിയുടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി അതിലേക്ക് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു, തെറ്റുള്ളത് തിരുത്തുന്നു. ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? എഡിറ്റിംഗ് എന്നുള്ളത്. എഡിറ്റിങ്ങിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മൊഡ്യൂൾ വൈസ് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് എഡിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകളില്ലാതാക്കുക. അതോടൊപ്പം തന്നെ ആളുകൾക്ക് വായനാസുഖം കൂട്ടുക. അതായത് വായനാസുഖം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വായിക്കുന്ന രീതിയിൽ വായിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ വായിക്കാൻ സാധിക്കുന്ന രീതിയിലാക്കുക. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻകൺസിസ്റ്റൻസി ഒഴിവാക്കുക. ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ആദ്യം പറഞ്ഞ കാര്യം പിന്നീട് മാറ്റി പറയുന്ന രീതിയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, പരമാവധി ഒഴിവാകും. പിന്നെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ടർ അയച്ചു തന്ന സമയത്ത് അത് നമ്മൾ എഡിറ്റ് ചെയ്യാതെ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പിന്നെ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഡിറ്റിംഗ് ആണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്കറിയാലോ, ട്രിമ്മിങ് അൺനെസസറി കണ്ടൻറ്റ്, എഡിറ്റിംഗ് ആൻഡ് പോളിഷിംഗ് ദ ലാംഗ്വേജ്, ആഡിങ് ഹെഡ്ലൈന് കൊടുക്കുക, അതോടൊപ്പം തന്നെ ആവശ്യമില്ലാത്ത വാക്കുകൾ ഡിലീറ്റ് ചെയ്യുക, പിന്നെ ഗ്രാമർ മിസ്റ്റേക്ക് തിരുത്തുക, പിന്നെ സെൻറ്റൻസ് സ്ട്രക്ചർ നല്ലതാക്കുക, പിന്നെന്താ നമ്മുടെ ഈ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കുക, പിന്നെ സോഴ്സ് കറക്റ്റായിട്ട് കോട്ട് ചെയ്യുക, സ്ഥലം ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക. അങ്ങനെയുള്ള കുറച്ച് നിയമങ്ങളുണ്ട്, അല്ലേ? പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ള കുറച്ച് നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതാണ് ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങളാണ് കേട്ടോ. നമ്മൾ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് ഈ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂൾ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ അതിലുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. ഇപ്പോൾ യൂഫമിസം, അതോടൊപ്പം തന്നെ കിസ്, സ്റ്റൈൽ ബുക്ക്, അതൊക്കെ എന്താണെന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിൽ എന്താണ് എഡിറ്റിംഗ് എന്ന് മനസ്സിലാക്കി. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യമുള്ളത് അനാവശ്യമായത് ഡിലീറ്റ് ചെയ്യുകയും ആവശ്യമുള്ളത് ആഡ് ചെയ്യുകയും നല്ലൊരു ഹെഡ്ലൈന് കൊടുക്കുകയും ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു എഴുത്തിനെ മാറ്റിയെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ പറയുന്ന പേരാണെന്ത്? എഡിറ്റിംഗ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കണ്ടൻറ്റിനെ നമുക്ക് എറർ ഫ്രീ ആക്കി മാറ്റാം എന്നുള്ളതാണ്. അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തായിരുന്നു? നിയമങ്ങൾ. ഒന്നാമത്തെ നിയമം അനാവശ്യമായ വാക്കുകൾ ഒഴിവാക്കുക. രണ്ടാമത്തെ നിയമം എന്താ? ആവശ്യമായ വാക്കുകൾ ചേർക്കുക. പിന്നെ വാക്കുകളൊക്കെ പരിശോധിക്കുക. ഫാക്ച്വൽ ഇൻഫോർമേഷൻ, വസ്തുതകളൊക്കെ പരിശോധിക്കുക. സ്ഥലത്തിൻ്റെ പേരുകൾ പരിശോധിക്കുക. അതോടൊപ്പം തന്നെ നമ്പേഴ്സ് പരിശോധിക്കുക. നല്ല ഹെഡ്ലൈന് കൊടുക്കുക. അങ്ങനെയുള്ള നിയമങ്ങളാണ് ഇതിലുള്ള പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഇനി സ്ട്രക്ചർ ഓഫ് ന്യൂസ് സ്റ്റോറിയാണ്. എങ്ങനെയായിരിക്കണം ഒരു ന്യൂസ് എഴുതേണ്ടത് എന്നുള്ളതാണ്. അതിന് 2 സ്ട്രക്ചറാണുള്ളത്. അതിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലാണ്. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയുകയും പിന്നീട് അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞ് ഏറ്റവും താഴെ ഏറ്റവും ഇമ്പോർട്ടൻസ് കുറഞ്ഞ കാര്യങ്ങൾ പറയുന്നൊരു സ്ഥിതിയാണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശങ്ങളാണ്. എഡിറ്റിംഗ് ഫോർ ക്ലാരിറ്റി, നമ്മൾ ക്ലിയറായിട്ട് കാര്യങ്ങൾ പറയുക.
ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഭാഷകളോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടി പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഡിറ്റ് ചെയ്യുന്നുണ്ട്. എഡിറ്റിംഗ് ഫോർ ആക്യുറസി, പിന്നെ നമ്മൾ വിവരങ്ങളൊക്കെ കൃത്യമായിരിക്കണം. എന്താണോ വിവരങ്ങളുള്ളത് അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒബ്ജക്റ്റിവിറ്റിയാണ്. ഒബ്ജക്റ്റിവിറ്റി എന്നാൽ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയാം. വസ്തുനിഷ്ഠം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്താണോ യഥാർത്ഥ സംഭവങ്ങൾ അത് പിന്നെ നമ്മുടെ പേഴ്സണൽ ബിലീഫോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ നമ്മുടെ റിലീജിയനോ പൊളിറ്റിക്കൽ പാർട്ടിയോ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. എന്താണോ വസ്തുത അത് ക്ലിയറായിട്ട് കൊടുക്കുക എന്നുള്ളത് എഡിറ്റിങ്ങിൻ്റെ ഒരു ഇത് വരുന്നതാണ്. പിന്നെ കൺസിസ്റ്റൻസി, എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ആദ്യം പറഞ്ഞ കാര്യം പിന്നീട് മാറ്റി പറയുന്ന രീതി ഉണ്ടാവരുത്. പിന്നെ ഫെയർനെസ്, എന്ത് ചെയ്യണം, നമ്മൾ പക്ഷപാതിത്വം കാണിക്കാതിരിക്കുക. ഒരു പ്രത്യേക പാർട്ടിയുടെ വാർത്തകൾ കൊടുക്കാതിരിക്കുക, ഒരു പ്രത്യേക പാർട്ടിയുടെ വാർത്ത കൊടുക്കുക, ഒരു പ്രത്യേക മതവിഭാഗത്തോടൊരു സമീപനം, അങ്ങനെയുള്ള സ്ഥിതിയൊന്നും ചെയ്യരുത് എന്നുള്ളതാണ്. പിന്നെ ടേസ്റ്റ് ബാലൻസ്, ലീഗൽ പ്രൊപ്പറിറ്റി. അത് ടേസ്റ്റ് ബാലൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ആളുകൾക്കൊരു വായിക്കാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് കണ്ടൻറ്റിനെ മാറ്റിയെടുക്കുക. ഓക്കെ, അതാണ് ബാലൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്ത് ചെയ്യണം, ഒരു വാർത്തയുടെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് അവതരിപ്പിക്കേണ്ടത്. ലീഗൽ പ്രൊപ്പറിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും പത്രത്തിന് വരാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഓക്കെ, യൂഫമിസം എന്നുള്ളത് ഇപ്പോൾ ചില വേർഡ്സിനൊക്കെ നമ്മൾ പകരം വേർഡ്സ് കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, പിന്നെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിട വാങ്ങി അല്ലെങ്കിൽ മരണപ്പെട്ടു, നിര്യാതനായി എന്നൊക്കെയാണ് കൊടുക്കാറുള്ളത്. നമ്മൾ സാധാരണ പിന്നെ ഏതെങ്കിലും മൃഗങ്ങളൊക്കെ പിന്നെ എന്താണ് ചത്തു എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ മനുഷ്യന്മാരെ നമ്മളങ്ങനെ പറയാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും, അല്ലേ, റീപ്ലേസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂഫമിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒഫെൻസീവായ വേർഡ്സിനെ വേറൊരു വേർഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, യൂഫമിസം എന്ന് പറയുന്നത്. പിന്നെ പോളിസി ഓഫ് ദ പേപ്പറാണ്. പോളിസി ഓഫ് ദ പേപ്പർ എന്ന് പറഞ്ഞാൽ ഓരോ പത്രത്തിനും ഓരോ നിലപാടുകളുണ്ടാകും അല്ലെങ്കിൽ ഓരോ നയം ഉണ്ടായിരിക്കും. ആ നയത്തിനനുസരിച്ചാണ് പത്രം നിലനിൽക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ മാധ്യമം പത്രം അവർ ലോട്ടറി പരസ്യം അതോടൊപ്പം തന്നെ പിന്നെ സിനിമാ പരസ്യം അത്തരത്തിലുള്ള കണ്ടൻറ്റുകളൊന്നും കൊടുക്കില്ല എന്നുള്ളത് അവരുടെ പോളിസിയാണ്. അപ്പോൾ ആ പോളിസിക്ക് അനുസരിച്ചാണ് അവരുടെ വാർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ലോട്ടറിയെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാറില്ല, അവർ കൊടുക്കാറില്ല. അപ്പോൾ ഓരോ പത്രത്തിനും ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള പോളിസി ഉണ്ടാവും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള പോളിസി ഉണ്ടാവും. ആ പോളിസിക്ക് അനുസരിച്ചായിരിക്കണം ആ പത്രത്തിൽ നിന്ന് വരുന്ന കണ്ടൻറ്റുകൾ ഉണ്ടായിരിക്കേണ്ടത്. അത് ശ്രദ്ധിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്, എഡിറ്ററിൻ്റെ ബാധ്യതയാണ്. അത്രയും കാര്യങ്ങളാണ് പിന്നെ മൊഡ്യൂൾ 1 പിന്നെ കിസ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. എഡിറ്റിങ്ങിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. നിങ്ങൾ എന്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഏറ്റവും സിമ്പിളായിട്ട് അതോടൊപ്പം തന്നെ ഏറ്റവും ഷോർട്ടായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചുരുക്കുക, അതോടൊപ്പം തന്നെ സിമ്പിളായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലാക്കുക എന്നുള്ളതാണ്. ഏറ്റവും സാധാരണക്കാർ മുതൽ ഏറ്റവും പിന്നെ എന്താണ് ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ വായിക്കുന്നതാണ് പത്രം. അതോടൊപ്പം തന്നെ അത് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ ആക്കി മാറ്റുക എന്നുള്ളതാണ് കിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് സ്റ്റൈൽ ബുക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. സ്റ്റൈൽ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പത്രത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയായിരിക്കണം, ഓരോ വാക്കുകൾ എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് അത് കൃത്യമായിട്ട് ഓരോ പത്രത്തിനും ഒരു ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ ബുക്കിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, സ്റ്റൈൽ ബുക്ക് എന്നുള്ളത്. എഡിറ്റർമാർ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റൈൽ ബുക്ക് നോക്കിയിട്ടാണ് ആ പദം ഏതാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് സ്റ്റൈൽ ബുക്ക് നോക്കിയിട്ടാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ നിങ്ങൾ പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഒന്ന് പഠിച്ചു വെക്കുക. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് 3 ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. ഒന്ന് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ്, രണ്ടാമത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, മൂന്നാമത് ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറിലുള്ള എഴുത്തുകളുണ്ടല്ലോ, ന്യൂസ് പേപ്പറിലുള്ള എല്ലാ എഴുത്തുകളുടെയും ചുമതല ആർക്കാണ്, നമ്മുടെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് എഡിറ്റിംഗ് സെക്ഷനും മറ്റൊന്ന് റിപ്പോർട്ടിംഗ് സെക്ഷനും. ഓക്കെ, ഇതൊക്കെ ഞാൻ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും രണ്ടാമത്തെ മൊഡ്യൂൾ നിങ്ങൾ പഠിച്ചു പോകേണ്ടത് ഓർഗനൈസേഷണൽ സ്ട്രക്ചറും അതോടൊപ്പം തന്നെ ഓരോ ആളുകളുടെയും ചുമതല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഫങ്ഷൻ ആൻഡ് ക്വാളിറ്റീസ് ഓഫ് സബ് എഡിറ്റർ. സബ് എഡിറ്റർ എല്ലാ എക്സാമിനും ചോദിച്ചൊരു ചോദ്യമാണ്. സബ് എഡിറ്ററെ കുറിച്ച് ചോദിക്കാത്ത എക്സാം വളരെ വിരളമാണ്. സബ് എഡിറ്റർ ഈസ് നോൺ ആസ് ദി അൺസങ് ഹീറോ ഓഫ് ദി ന്യൂസ് പേപ്പർ. എന്തുകൊണ്ടാണ് പാടിപ്പുകഴ്ത്താത്ത ഹീറോ എന്നുള്ളത് സബ് എഡിറ്ററിനെ പറയാൻ കാരണം നമുക്കറിയാം, ഒരു റിപ്പോർട്ടർ ഒരു വാർത്ത അയച്ചു കഴിഞ്ഞാൽ അതിലാദ്യമായിട്ട് എഡിറ്റ് ചെയ്യുന്നതും അതിന് ഒരു ഹെഡ്ലൈൻ കൊടുക്കുന്നതും അതിലുള്ള എല്ലാ തെറ്റുകളും തിരുത്തുന്നത് ആരാണ്,
ഒരു സബ് എഡിറ്ററാണ് അല്ലേ. അപ്പോൾ സബ് എഡിറ്ററെ നമ്മൾ എന്ത് ചെയ്യുന്നു, പാടിപ്പുകഴ്ത്താത്ത ഹീറോ എന്ന് നമ്മൾ വിളിക്കുന്നു. കാരണം അതിൽ ആദ്യമായിട്ട് ആ ഒരു വാർത്തയിൽ കൈ കടത്തുന്നത് ഒരു സബ് എഡിറ്ററാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഒരു ഹീറോ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് കേട്ടോ. പിന്നെ ഒരാളുകളുടെയും ചുമതലകളൊന്ന് പഠിച്ചു വെക്കുക. അതിൽ 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ പറയാം. ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എഡിറ്ററാണ്. ഒരു പത്രത്തിൻ്റെ നിയമപരമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വവും, പത്രത്തിൽ എന്തെങ്കിലും ഒരു നിയമപ്രശ്നമുള്ള എഴുത്തുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കോടതിക്ക് മുമ്പിൽ ഹാജരായിട്ട് ഉത്തരം പറയേണ്ടത് ആരാണ്? എഡിറ്ററാണ്. എഡിറ്ററിൻ്റെ പേരാണ് ഒരു പത്രത്തിൽ അച്ചടിച്ച് വരാറുള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ എഡിറ്ററാണ് ഈ ഒരു പത്രത്തിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾ, ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾ. പിന്നീട് നമ്മൾ സബ് എഡിറ്ററെ കുറിച്ചാണ് പഠിക്കുന്നത്. സബ് എഡിറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഒരു റിപ്പോർട്ടർ അയച്ചു തരുന്ന വാർത്തയെ ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റുന്നത്, അതിന് ഹെഡ്ലൈന് കൊടുക്കുന്നത്, അതിലെ തെറ്റുകൾ തിരുത്തുന്നത്, അത് വായിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി മാറ്റുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ലാംഗ്വേജ് ഉള്ള ആളായിരിക്കണം, ഒന്നാമത്തെ ക്വാളിറ്റി. രണ്ടാമത്തെ ക്വാളിറ്റി നല്ല നോളേജുള്ള ആളായിരിക്കണം. മൂന്നാമത്തെ ക്വാളിറ്റി നല്ല ന്യൂസ് സെൻസ് ഉള്ള ആളായിരിക്കണം. ഒരു സംഗതി ഒരു റിപ്പോർട്ടർ അയച്ചു തന്നു കഴിഞ്ഞാൽ അതിലെവിടെയാണ് വാർത്ത എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. നാലാമത് അദ്ദേഹത്തിന് ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം. വാർത്തകൾ അറിയാൻ അല്ലെങ്കിൽ വാർത്തകൾ തേടാൻ, വാർത്തകൾ കണ്ടെത്താനുള്ള ഒരു ക്യൂരിയോസിറ്റി, ജിജ്ഞാസയുള്ള ആളായിരിക്കണം. അഞ്ചാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വർക്ക് ഷിഫ്റ്റാണ്. രാത്രി സമയങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആയിരിക്കണം. രാത്രി ഇങ്ങനെ കടന്നുറങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ പണി പറ്റില്ല. പിന്നെ ആറാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിംഗ്, ഫോട്ടോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഡിസൈനിങ് പേജസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ പ്രാവീണ്യമുള്ള ആളുകളായിരിക്കണം സബ് എഡിറ്റർമാരായിട്ട് വരേണ്ടത്. അങ്ങനെ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ സെക്കൻഡ് മൊഡ്യൂൾ ഡിസ്കഷൻ എടുത്ത് കണ്ടാൽ മതി. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കും. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കേണ്ടത്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ പഠിക്കുക. 3 ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. ഒന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാ? എഡിറ്റോറിയൽ. രണ്ടാമത് മെക്കാനിക്കൽ. മൂന്നാമത് ബിസിനസ് അല്ലേ. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻസിനെ കൈകാര്യം ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പത്രം ബിസിനസ് എന്ന അർത്ഥത്തിൽ പരമാവധി വിജയിപ്പിച്ചെടുക്കുക, പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ മൊഡ്യൂളിൽ പിന്നെ ഓരോ കോപ്പീസും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഓരോ റിപ്പോർട്ടർമാരായിക്കോട്ടെ, ന്യൂസ് ഏജൻസുകളായിക്കോട്ടെ, അല്ലെങ്കിൽ സിറ്റിസൺ ജേർണലിസ്റ്റുകളായിക്കോട്ടെ, ഇവരൊക്കെ നമുക്ക് അയച്ചു തരുന്ന വാർത്തകളുണ്ടല്ലോ, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതാണ് ഈ ഒരു മൊഡ്യൂൾ മെയിനായിട്ട് പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷനും മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് പഠിപ്പിക്കുന്നത്. അതെന്തായാലും നമുക്ക് ഓൺലൈനായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നിങ്ങൾ തന്നെ നിങ്ങളുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് അത്. ഓക്കെ, അപ്പോൾ ഒന്നാമത് നമ്മൾ നോക്കുന്നത് റിപ്പോർട്ടേഴ്സ്, കറസ്പോണ്ടൻസ്, സ്ട്രിഞ്ചേഴ്സ് ആരാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. നമ്മളെ നാട്ടിലുള്ള ലോക്കലായിട്ടുള്ള റിപ്പോർട്ടേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രിഞ്ചേഴ്സ് എന്നുള്ളത് കേട്ടോ. ഏജൻറ്റുമാരും സ്ട്രിഞ്ചേഴ്സൊക്കെ നമ്മുടെ ലോക്കലായിട്ടുള്ള റിപ്പോർട്ടേഴ്സാണ്. സിറ്റിസൺ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ നടന്നു പോകുന്ന സമയത്ത് ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു അപകടം കാണുന്നു, അദ്ദേഹം അതിൻ്റെ ഫോട്ടോ എടുത്ത് പത്രത്തിലേക്ക് അയക്കുന്ന സമയത്ത് അദ്ദേഹം എന്തായി? സിറ്റിസൺ ജേർണലിസ്റ്റായി. അപ്പോൾ സാധാരണക്കാരനാണ്, അദ്ദേഹത്തിന് പ്രൊഫഷണൽ ട്രെയിനിങ്ങോ വാർത്താ പ്രവർത്തനത്തിൽ പിന്നെ എക്സ്പീരിയൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു സാധാരണക്കാരൻ അദ്ദേഹം മാധ്യമപ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് വിളിക്കുന്ന പേരാണെന്ത്? സിറ്റിസൺ ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ കോപ്പി എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വാർത്ത ഒരു റിപ്പോർട്ടർ ഒരു ഡെസ്കിലേക്ക് അയക്കുന്നു. ആ ഡെസ്കിലേക്ക് അയക്കുന്ന വാർത്തയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോപ്പി എന്നുള്ളത്. അത് എഡിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ പറയുന്ന പേരാണെന്ത്? കോപ്പി എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി റിപ്പോർട്ടർമാരും പിന്നെ കറസ്പോണ്ടൻസും ന്യൂസ് ഏജൻസികളും എല്ലാവരും അയച്ചു തന്ന വാർത്തയിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്, അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ വാർത്ത സെലക്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കൊരു 200 വാർത്തയാണ് ആവശ്യമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു 2000 വാർത്ത കിട്ടും. ആ 2000 വാർത്തയിൽ നിന്ന് 200 വാർത്ത സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പണി. രണ്ടാമത്തെ പണി എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത വാർത്തയിൽ തെറ്റുകളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം.
ഓക്കെ. ഇനി അതിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, നമുക്ക് വാർത്ത അയച്ചു തന്ന ആൾക്ക് വിളിച്ച് അന്വേഷിച്ച് ശരിയാണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം. മൂന്നാമത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആരുടെയെങ്കിലും പേരോ കാര്യങ്ങളോ ചേർത്തിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യുക. നിങ്ങളുടെ പേര് അതോടൊപ്പം തന്നെ നിങ്ങൾ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. പിന്നെ അതിലെന്തെങ്കിലും ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന, ആളുകൾക്ക് മനസ്സിലാവാത്ത ഭാഷകളോ ജാർഗൺസ് എന്ന് പറയും, ടെക്നിക്കൽ ടേംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തുക. നാലാമത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെഡ്ലൈന് കൊടുക്കുക. അഞ്ചാമത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾ എഴുതിയ കാര്യങ്ങളൊക്കെ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിലാക്കുക. പിന്നെ നല്ലൊരു കൺക്ലൂഷൻ കൊടുക്കുക, ബോഡി കൊടുക്കുക, നല്ലൊരു എഴുത്ത് രൂപത്തിലാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇവരൊക്കെ അയച്ചു തന്ന വാർത്തകളൊക്കെ ചെയ്യേണ്ടത് ഈ ഒരു പ്രോസസ്സിലൂടെ തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 3യിൽ പഠിക്കാനുള്ളത്. ഹാൻഡ്ലിങ്, ഓരോ ആളുകളും ഏത് ചോദിച്ചു കഴിഞ്ഞാലും ഒരേ രീതിയിൽ തന്നെയാണ് ഹാൻഡ്ലിംഗ് ഒക്കെ ചെയ്യേണ്ടത്. അതിൽ ന്യൂസ് ഏജൻസിൻ്റെയാണ് കുറച്ച് പിന്നെ സെലക്ഷൻ ഓഫ് ന്യൂസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. കാരണം 1000, 2000, 3000 വാർത്തകളൊക്കെ ചിലപ്പോൾ ന്യൂസ് ഏജൻസികളിൽ നിന്ന് കിട്ടും. അതിൽ നിന്ന് 10, 20, 30 വാർത്ത തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ജോബാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക. ഓക്കെ, ന്യൂസ് ഏജൻസിയാണ് കുറച്ച് ഇതായുള്ളത്. പിന്നെ ഇതിൽ എഡിറ്റിംഗ്, ഓൺലൈൻ കണ്ടൻറ്റുകൾ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ DTP എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഈ ഒരു റോ ആയിട്ടുള്ള വാർത്തകളോ നമ്മുടെ ഈ പേപ്പറിൽ കാണുന്ന വാർത്തകളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കയറ്റുന്ന പ്രോസസ്സിനെയാണ് DTP എന്ന് പറയുക. അതിൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ തിരുത്തിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ അത് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4ൽ കംപ്ലീറ്റ് ആയിട്ട് നീക്കി വെച്ചിരിക്കുന്നത് ഹെഡ്ലൈൻസിനും ക്യാപ്ഷൻസിനുമാണ്. ഹെഡ്ലൈൻസ്, ക്യാപ്ഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു പത്രത്തിൻ്റെ വാർത്തക്ക് മുകളിൽ വരുന്ന തലക്കെട്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത്. ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന് അടിയിൽ വരുന്ന എഴുത്ത്, അടിക്കുറിപ്പിനെയാണ് ക്യാപ്ഷൻസ് എന്ന് പറയുന്നത്. എന്തിനാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഹെഡ്ലൈൻസിൻ്റെ ഫങ്ഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെഡ്ലൈൻസ് ഉള്ളത് കൊണ്ടാണ് ഓരോ വാർത്തകളും ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നത്. ഓരോ വാർത്തകളും ആളുകൾ വായിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഹെഡ്ലൈൻസ് ഉള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ അടുത്ത ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെഡ്ലൈൻസ് ഉള്ളത് കൊണ്ടാണ് ഓരോ പേജിലും ഏതൊക്കെ വാർത്തകളാണ് ഉള്ളത് എന്നുള്ളത് പെട്ടെന്ന് വായനക്കാരന് മനസ്സിലാവുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെഡ്ലൈൻസ് ഉള്ളത് കൊണ്ടാണ് ഓരോ വാർത്തയുടെയും സമ്മറി അല്ലെങ്കിൽ ഓരോ എഴുത്തുന്നതിന് മുകളിൽ ഹെഡ്ലൈൻ വായിച്ചു കഴിഞ്ഞാൽ ആ വാർത്ത എന്തിനെക്കുറിച്ചാണെന്നുള്ളത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നീട് നെക്സ്റ്റ് ഒരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ആളുകൾക്ക് സെലക്ട് ചെയ്യാം ഏത് വാർത്തയാണ് ആളുകൾ വായിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഹെഡ്ലൈൻ വായിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ആണുള്ളത്. പിന്നെ ലാംഗ്വേജ് ഓഫ് ഹെഡ്ലൈൻ, എത്തരത്തിലുള്ള വാക്കുകളാണ് ഹെഡ്ലൈൻ ഉപയോഗിക്കേണ്ടത്. നല്ല ആക്ഷൻ ഹെഡ്ലൈൻ ഉണ്ട്, ആക്ഷൻ വേർഡ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ പഞ്ച് ആൻഡ് ടോപ്പിക്കൽ, ആളുകൾക്ക് ഓരോ വിഷയത്തിലും പ്രത്യേകമായിട്ടുള്ള വേർഡ്സും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഹെഡ്ലൈൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന, ആളുകൾക്ക് പവർ അല്ല ആക്ഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹെഡ്ലൈൻ ഉണ്ട്. അത്തരത്തിലുള്ള ഹെഡ്ലൈൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഭാഷാ പ്രാവീണ്യം അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ടൈപ്സ് ഓഫ് ഹെഡ്ലൈൻ ആണ്. ടൈപ്സ് ഓഫ് ഹെഡ്ലൈൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾസ് ഇല്ലാതെ അല്ലെങ്കിൽ ഫോട്ടോ ഇല്ലാതെ ഇത് പറഞ്ഞു തരാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഞാൻ പെട്ടെന്ന് പറയാം. ബാനർ ഹെഡ്ലൈൻ ആണ്. ഫസ്റ്റ് പേജിൽ, ഒരു പത്രത്തിൻ്റെ ഫസ്റ്റ് പേജിൽ ഒരു പേപ്പറിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരു അറ്റം വരെയുള്ള ഹെഡ്ലൈൻ, ഒറ്റ ലൈനിലായിട്ട് ഒരറ്റം മുതൽ മറ്റൊരു അറ്റം വരെയുള്ള ഹെഡ്ലൈന് നമ്മൾ പറയുന്ന പേരാണ് ബാനർ ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. ബാനർ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, സ്കൈലൈൻ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പത്രത്തിൻ്റെ പേരുണ്ടല്ലോ അതിൻ്റെ മുകളിൽ വരുന്ന ഹെഡ്ലൈനാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ മാത്രം വരുന്ന ഒരു ഹെഡ്ലൈനാണ് സ്കൈലൈൻ ഹെഡ്ലൈൻ, പത്രത്തിൻ്റെ പേരിൻ്റെ മുകളിൽ വരുന്ന ഹെഡ്ലൈൻ. കിക്കർ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈൻ ഉണ്ടല്ലോ, ഓരോ വാർത്തക്ക് മുകളിൽ, ഓരോ വാർത്തയിലും വരുന്ന ഹെഡ്ലൈൻ ഉണ്ടല്ലോ, ആ വാർത്തക്ക് വരുന്ന ഹെഡ്ലൈനിന് മുകളിൽ വരുന്ന ഹെഡ്ലൈനാണ് കിക്കർ. ഡെക്ക് എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈന് താഴെ വരുന്ന ചെറിയ ഹെഡ്ലൈനാണ്. പിന്നെ സബ് ഹെഡ്ലൈന്, പിന്നെ എഡിറ്റോറിയലും ഫീച്ചർ ഹെഡ്ലൈനൊക്കെയാണ് ഉള്ളത്. ഓക്കെ, പിന്നെ പിക്ചർ എഡിറ്റിംഗ് ഉണ്ട് ഈ ഒരു മൊഡ്യൂളുള്ളത്. പിക്ചർ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണ് ക്രോപ്പിംഗ്. പിന്നെ ബ്ലോയിങ് അപ്പാണ്. ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ ചെറിയ ഫോട്ടോസിനെ നമ്മൾ വലുതാക്കി എടുക്കുന്നതിനാണ്, അല്ലെങ്കിൽ ചെറിയ ഫോട്ടോസിനെ വലുതാക്കുന്നതിനാണ് നമ്മൾ ബ്ലോയിങ് അപ്പ് എന്ന് പറയുന്നത്. ഇനി മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5ൽ ഓരോ പേജസ്, ഏതൊക്കെ പേജസ് ആണ് ഒരു പത്രത്തിലുള്ളത് അതിൻ്റെ ഫങ്ഷൻസ് ആണ് ഉള്ളത്.
അതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഫസ്റ്റ് പേജിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് പേജിൽ പത്രത്തിൻ്റെ പേരുണ്ടാവും. അതിന് നമ്മളെ പറയുന്ന പേരാണ് നെയിം പ്ലേറ്റ് അല്ലെങ്കിൽ മാസ്റ്റ് ഹെഡ് എന്നൊക്കെ ഞാൻ പറയും. പിന്നെ കാർട്ടൂൺ ഉണ്ടായിരിക്കും, പിന്നെ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളുണ്ടായിരിക്കും, പിന്നെ ഒരു ദിവസം ജനങ്ങൾ അറിയാൻ പിന്നെ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഉൾപേജുകളിൽ എന്തൊക്കെ കണ്ടൻറ്റുകളാണ് അതിൻ്റെ സൂചനകളുണ്ടാവും. പിന്നെ എന്താണ് കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി പിന്നെ ഉൾപേജുകളിൽ എഡിറ്റോറിയൽ പേജിൽ എന്തൊക്കെ കണ്ടൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. എഡിറ്റോറിയൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഒരു പത്രത്തിൻ്റെ നിലപാടാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ആ എഡിറ്റോറിയൽ പേജിലാണ് ഒരു പത്രത്തിൻ്റെ ഓരോ സാമൂഹിക വിഷയത്തിലുള്ള സ്റ്റാൻഡ് എന്താണെന്നുള്ളത് ക്ലിയറായിട്ട് പറയുന്നുണ്ടാവുക. പിന്നെ ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾസ് പറഞ്ഞാൽ ലേഖനങ്ങളുണ്ടാവും. മിഡിൽ പീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ആക്ഷേപഹാസ്യ രൂപത്തിൽ കളിയാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ചിന്തകളൊക്കെ ഉണർത്തുന്ന തരത്തിലുള്ള എഴുത്തുകളുണ്ടാവും. പൊളിറ്റിക്കൽ സറ്റയർ ഉണ്ടാവും. അത് പിന്നെ സാധാരണ ആർട്ടിക്കിളിൻ്റെയും ലെറ്റേഴ്സ് ടു എഡിറ്ററിൻ്റെയും ഇടയിലാണ് വരാറുള്ളത്. അതിനെ പറയുന്ന പേരാണെന്ത്, മിഡിൽ, എഡിറ്റോറിയൽ പേജിൽ വരും. പിന്നെ കോളം എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എല്ലാ ആഴ്ചയിലും എഴുതുന്ന എഴുത്ത്, എഡിറ്റോറിയൽ പേജിൽ എഴുതുന്ന എഴുത്താണ് കോളം. അതിന് ഉദാഹരണം ബിറ്റ്വീൻ ദ ലൈൻസ്. ഓക്കെ. പിന്നെ ലെറ്റേഴ്സ് ടു എഡിറ്റർ, നമ്മുടെ വായനക്കാർ എഡിറ്റർക്ക് എഴുതുന്ന എഴുത്തുകളാണ്. പിന്നെ വേറെ ന്യൂസ് പേപ്പർ പേജുകൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ വായിച്ചാൽ തന്നെ മനസ്സിലാവും. സ്പോർട്സ് പേജ്, ലോക്കൽ അല്ലെ നമ്മുടെ പ്രാദേശിക പേജ്, ദേശീയ പേജ്, നാഷണൽ പേജ്, ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര വാർത്തകളുള്ള പേജ്, ഫിനാൻഷ്യൽ എക്കണോമി അല്ലേ നമ്മുടെ ഫിനാൻഷ്യൽ വാർത്തകളൊക്കെ ഉള്ള പേജ്, ഒബിച്വറി നമ്മുടെ ചരമക്കോളം അല്ലേ ചരമ വാർത്തകളൊക്കെ ഉള്ളത്. പിന്നെ ഫീച്ചർ പേജ്, സപ്ലിമെൻറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. സപ്ലിമെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പത്രത്തിൻ്റെ ഒപ്പം വരുന്ന എല്ലാ ആഴ്ചയും വരുന്ന ഒരു വാരാന്ത്യ പതിപ്പുണ്ടല്ലോ, ഫ്രീ ആയിട്ട് പത്രത്തിൻ്റെ ഒപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിനെയാണ് സപ്ലിമെൻ്റ് എന്ന് പറയാം. അതിൽ പിന്നെ കഥകൾ, ഫീച്ചർ സ്റ്റോറീസ്, സിനിമാ വാർത്തകൾ, ഇൻ്റർവ്യൂ, കഥകൾ, അങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ന്യൂസ്, സോഫ്റ്റ് വാർത്തകളൊക്കെയാണ് അതിൽ ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനിയൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2 മാർക്കിൻ്റെ സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓരോന്നും എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ചോദ്യം വന്നിട്ടുള്ളത് കോപ്പി ഡെസ്ക് എന്താണെന്നുള്ളത്. കോപ്പി ഡെസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ റിപ്പോർട്ടർമാർ വാർത്തകൾ അയച്ചു കൊടുക്കൂലേ, എഡിറ്റ് ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കൂലേ, ആ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കുന്ന സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, കോപ്പി ഡെസ്ക്. നെക്സ്റ്റ് ചോദ്യം ക്യാച്ച് വേർഡ്. ഓരോ പത്രത്തിൻ്റെയും പേജിൻ്റെ മുകളിൽ ആ പേപ്പറിൽ എന്തൊക്കെ കണ്ടൻറ്റാണ് ഉള്ളത്. ഇപ്പോൾ അന്താരാഷ്ട്രം, രാഷ്ട്രീയം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ, നാഷണൽ, ലോക്കൽ എന്നൊക്കെ ഓരോ പേജിൻ്റെ മുകളിൽ അത് എന്തൊക്കെ കണ്ടൻറ്റാണ് പേജിലുള്ളത് അതിനെക്കുറിച്ചുള്ള സൂചന ഏറ്റവും ടോപ്പിൽ കൊടുക്കും അല്ലേ. ലോക്കൽ, ഇൻ്റർനാഷണൽ, നാഷണൽ, സ്പോർട്സ്, അതിനെ പറയുന്ന പേരാണ് ക്യാച്ച് വേർഡ്. ഇനി നെക്സ്റ്റ് വാല്യൂ അഡീഷൻ എന്നുള്ളതാണ്. വാല്യൂ അഡീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓരോ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളുടേതായ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, അതിലേക്ക് ആഡ് ചെയ്യും. ഇപ്പോൾ റിപ്പോർട്ടർമാർ അയച്ചു തന്ന സാധനം മാത്രമല്ല, നമ്മുടെ നമുക്കുള്ള അറിവുകൾ കൂടി എന്ത് ചെയ്യും, അതിലേക്ക് ആഡ് ചെയ്യും. അതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, അത് കൂടുതൽ അട്രാക്റ്റീവ് ആവും. ആ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു സംഗതി കൂടുതൽ അട്രാക്റ്റീവ് ആവും. അതിനെയാണ് വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു അഡീഷണൽ നോളേജ് കൂടി എന്ത് ചെയ്യുന്നു, അതിലേക്ക് ആഡ് ചെയ്യുന്നതിനാണ്. അതിനാണ് വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത്. ലിബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തിലൂടെ ഒരാളെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ അയാളുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലിബൽ എന്നുള്ളത്. ലിബൽ വരാതെ നോക്കണം. ഏത് സമയത്ത്, എഡിറ്റിംഗ് സമയത്ത് ലിബൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം നമ്മൾ. കാരണം ഏതെങ്കിലും ആളുകൾക്ക് അപമാനം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് ഡേറ്റ് ലൈനാണ്. ഡേറ്റ് ലൈന് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഏത് സ്ഥലത്തു നിന്നാണ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, ഡേറ്റ് ലൈൻ എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് എംബാർഗോ ആണ്. എംബാർഗോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സോഴ്സ് അല്ലെങ്കിൽ നമുക്ക് വാർത്ത തരുന്ന ഒരാൾ, അയാൾ നമ്മളോട് പറയുകയാണെന്ത്, ഈ വാർത്ത അല്ലെങ്കിൽ ഞാനാണ് ഈ കാര്യം നിങ്ങളോട് പറഞ്ഞത് എന്നുള്ളത് വേറെ ആരോടും പറയരുത്, വേറെ ആരോടും നിങ്ങൾ അല്ലെങ്കിൽ ഇത് വെളിപ്പെടുത്തരുത് എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, എംബാർഗോ. അതായത് സോഴ്സ് ദേ ആർ ടെല്ലിങ് ദാറ്റ് നോട്ട് ടു പബ്ലിഷ് ദെയർ നെയിംസ് അൺടിൽ സർട്ടൻ ഡേറ്റ്സ്, ഒരു പ്രത്യേക ദിവസം വരെ അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങളുടെ പേര് പുറത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ട് സോഴ്സ് നമുക്ക് വിവരം തരികയാണെങ്കിൽ അവരെ നമ്മൾ പറയുന്ന പേരാണെന്ത്, എംബാർഗോ എന്നുള്ളത്. സ്റ്റൈൽ ബുക്ക് എന്താണെന്നുള്ളത് പറഞ്ഞു. ഓരോ പത്രത്തിനും പിന്നെ അവരുപയോഗിക്കേണ്ട വേർഡ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് സ്റ്റൈൽ ബുക്ക്, ഗൈഡ് ലൈൻ ബുക്ക് എന്നൊക്കെ പറയും. വേർഡ് ഗൈഡ് ലൈൻ ബുക്ക് എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ക്ലീൻ കോപ്പി എന്ന് പറഞ്ഞാൽ
എഡിറ്റിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് തെറ്റുകളും കാര്യങ്ങളൊക്കെ വെട്ടും തിരുത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാത്തൊരു കോപ്പി ഉണ്ടല്ലോ, എല്ലാ എഡിറ്റിങ്ങും നടത്തി തെറ്റുകളൊന്നും ഇല്ലാത്ത ക്ലീൻ ആയിട്ടുള്ളൊരു കോപ്പി, അതിന് നമ്മൾ പറയുന്ന പേരാണ് ക്ലീൻ കോപ്പി എന്നുള്ളത്. പിന്നെ ഇൻട്രോ, ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് എ ന്യൂസ് സ്റ്റോറിയാണ് എന്ത് ഇൻട്രോ എന്ന് പറയുന്നത്. പിന്നെ ന്യൂസ് പേഴ്സൺസ് ലാംഗ്വേജ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, ഷോർട്ടായിരിക്കണം, സിമ്പിളായിരിക്കണം, അതൊക്കെയാണ്. പിന്നെ എറർ ഫ്രീ ആയിരിക്കണം എന്ത് ന്യൂസ് പേഴ്സൺസിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻവെർട്ടർ പിരമിഡ് സ്റ്റൈലാണ്. അതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻവെർട്ടർ പിരമിഡ് സ്റ്റൈൽ എന്താ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നു, പിന്നീട് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇങ്ങനെ കുറച്ച് വരുന്ന എഴുത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന് പറയും. പിന്നെ ന്യൂസ് ആംഗിളാണ്. ന്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു വാർത്തക്ക് ഡിഫറെൻറ്റ് ആംഗിൾ ഉണ്ടാവും അല്ലേ, വ്യത്യസ്ത കോണിലൂടെ ഒരു വാർത്തയെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്, നിരീക്ഷിക്കുന്നത് എന്നുള്ളത് ആരാണ് തീരുമാനിക്കുന്നത്, എഡിറ്ററാണ് തീരുമാനിക്കുന്നത്. അത് നമ്മൾ പറയുന്നതാണ് പിന്നെ ന്യൂസ് ആംഗിൾ. നെക്സ്റ്റ് ചോദ്യം ക്രെഡിറ്റ് ലൈനാണ്. ക്രെഡിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ആരാണോ ഇതിൻ്റെ റിപ്പോർട്ടർ അല്ലെങ്കിൽ ആരാണോ ഈ വാർത്ത തന്നത് അയാളുടെ പേര് കൊടുക്കുക, സ്റ്റാഫ് കറസ്പോണ്ടൻറ്റോ അല്ലെങ്കിൽ ആളുടെ പേരൊക്കെ കൊടുക്കുന്നതിനാണ് ക്രെഡിറ്റ് ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ഫോട്ടോ എഡിറ്റിംഗ് ആണ് അല്ലേ, ക്രോപ്പിങ്ങും അല്ലെങ്കിൽ അൺവാണ്ടഡ് ഭാഗങ്ങളിലൊക്കെ ഒരു ഫോട്ടോസിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോട്ടോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമേ ഒരു ഫോട്ടോയിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു വാർത്തയിൽ നമ്മൾ ഒരു ഫോട്ടോ ആയിട്ട് കൊടുക്കാറുള്ളൂ. പിന്നെ മിഡിൽ പീസാണ്. മിഡിൽ പീസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ലെറ്റേഴ്സ് ടു എഡിറ്ററിൻ്റെയും അതോടൊപ്പം തന്നെ ആർട്ടിക്കിളിൻ്റെയും ഇടയിൽ വരുന്ന ഒരു ആക്ഷേപഹാസ്യ രൂപത്തിലുള്ള എഴുത്തിനെയാണ് നമ്മൾ മിഡിൽ പീസ് എന്ന് പറയുന്നത്. പിന്നെ സെക്ഷൻ ബിയിലുള്ള ചോദ്യങ്ങൾ നോക്കും. ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചു പോകുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ബോത്ത് ഹെഡ്ലൈൻ ആൻഡ് ഇൻട്രോ റെപ്രസെൻറ്റ് ദി സമ്മറി ഓഫ് ദി സ്റ്റോറി, ദെൻ ഹൗ ഡു ദേ ഡിഫർ. ഹെഡ്ലൈനും ഇൻട്രോയും സമ്മറിയെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ എങ്ങനെയാണത് ഡിഫറൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഹെഡ്ലൈനും ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് എ ന്യൂസ് സ്റ്റോറി, അത് രണ്ടും എന്താണ്, സമ്മറി പറയുന്നുണ്ടല്ലോ, ഒരു വാർത്തയുടെ സമ്മറി പറയുന്നുണ്ട്. അപ്പോൾ അതായത് എങ്ങനെയാണ് ഡിഫറൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡ്ലൈൻസ് ഷോർട്ടാണ് അല്ലേ, ഇൻട്രോ എന്താണ് കുറച്ചുകൂടിയും ലോങ് ആണ്. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈന് 5W1H പറയാറില്ല, അതായത് വാട്ട്, വെൻ, വൈ, വേർ, ഹൗ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഹെഡ്ലൈനിൽ പറയാറില്ല. പക്ഷേ നമുക്ക് ഇൻട്രോ വായിച്ചു കഴിഞ്ഞാൽ ഈ 5W1H എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ പിന്നെ ഹെഡ്ലൈന് ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് കൊടുക്കാറുള്ളത്, പിന്നെ ഇത് പാരഗ്രാഫ് രൂപത്തിലാണ് കൊടുക്കാറുള്ളത്. അങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസ് ആണ് ഉള്ളത് കേട്ടോ. രണ്ടാമത്തത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റണ്ണിങ് സ്റ്റോറി ആൻഡ് ഫോളോ അപ്പ് സ്റ്റോറി. റണ്ണിങ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ റണ്ണിങ് സ്റ്റോറി, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെയാണ് നമ്മൾ റണ്ണിങ് സ്റ്റോറി എന്ന് പറയുന്നത്. ഫോളോ അപ്പ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ മുമ്പ് നടന്ന വാർത്തകളുണ്ടല്ലോ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും പിന്നാലെ പോയിട്ട് അന്വേഷിച്ച് വാർത്തകൾ കൊടുക്കുന്നതിനാണ് ഫോളോ അപ്പ് സ്റ്റോറി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ടേം ഇൻവെർട്ടർ പിരമിഡ്. ഡു യു കൺസിഡർ ഇറ്റ് എ റെലവൻറ്റ് മോഡൽ ഓഫ് ന്യൂസ് ജനറേഷൻ ഓഫ് ന്യൂ ഏജ് വൈ. പുതിയ കാലത്ത് ഇൻവെർട്ടർ പിരമിഡിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇന്നും അത് റെലവൻ്റ് ആണ്, കാരണം വാർത്ത വായിക്കുന്ന അല്ലെങ്കിൽ പത്രം വായിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് വിവരങ്ങൾ കിട്ടും അല്ലേ, അത് ഫുള്ള് വായിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വിവരങ്ങളൊക്കെ കിട്ടുമെന്നുള്ളതാണ്. പിന്നെ കുറച്ച് ഒരു എക്സ്ട്രാ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാണ് നെക്സ്റ്റ് ചോദ്യമുള്ളത്, പ്രിപ്പയർ എ സ്യൂട്ടബിൾ ഇൻട്രോ ഫോർ ദി ന്യൂസ് ഓഫ് അൺഎക്സ്പെക്റ്റഡ് റെസിഗ്നേഷൻ ഓഫ് KPCC പ്രസിഡൻറ്റ്. KPCC പ്രസിഡൻ്റ് രാജിയെ സംബന്ധിച്ചൊരു വാർത്ത എഴുതാനാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ഇൻട്രോ ഫസ്റ്റ് പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂസ് പേഴ്സൺസ് ലാംഗ്വേജ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ന്യൂസ് പേഴ്സൻ്റെ ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം? ഒന്നാമത് ക്ലാരിറ്റി, ആക്യുറസി, അതോടൊപ്പം തന്നെ പ്രിസൈസ്, ഷോർട്ട്, സിമ്പിൾ, അങ്ങനെയൊക്കെ അറിയാമല്ലോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. നെക്സ്റ്റ്, ക്യാപ്ഷൻസ് ആർ കൺസിഡേർഡ് ടു ബി ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ന്യൂസ് ഫോട്ടോഗ്രാഫ് ഹൗ. അതായത് അടിക്കുറിപ്പുകളെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. കുറിപ്പുകളെ എന്ത് ചെയ്യുന്നു, ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ന്യൂസ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? കാരണം ഒരു ഫോട്ടോയിൽ എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെ ആക്ഷൻസ് ആണുള്ളത്, ആരൊക്കെയാണുള്ളത്, അതൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് ക്യാപ്ഷൻസ്. അതുകൊണ്ട് തന്നെ അത് പിന്നെ ഒരു റിലയബിൾ, ആളുകൾക്ക് കുറച്ചും കൂടി വിശ്വസനീയമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ എന്താണ് ക്യാപ്ഷൻസ് വിജയം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് നോളജ് ഓഫ് റെലവൻറ്റ് ലോസ് വൈൽ എഡിറ്റിംഗ് ന്യൂസ്. അതായത് നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ് അതെങ്ങനെയാണ് എഡിറ്റിങ്ങിന് സഹായകമാകുക എന്നുള്ളതാണ്.
അല്ലേ? നമുക്കറിയാം എഡിറ്റിങ് നടത്തുന്ന സമയത്ത് നിയമത്തിനെക്കുറിച്ച് നമുക്ക് ധാരണയില്ലെങ്കിൽ ചില സമയത്ത് എന്ത് ചെയ്യും, നിയമവിരുദ്ധമായ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ എഴുതും. പുതിയ നിയമങ്ങളെക്കുറിച്ചും പുതിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അതൊക്കെ അറിയാതെ നമ്മൾ നിയമം ലംഘിക്കാൻ ഇടവരുത്തും. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പുതിയ നിയമങ്ങളെക്കുറിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേർത്ത് എഴുതാം. ഞാൻ പറഞ്ഞില്ലേ, ജേർണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് എഴുതാൻ പാടുള്ളൂ, അത് എഴുതാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ അറിവ് കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യണം, എഴുതണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നെക്സ്റ്റ്, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ട ഒരു വാർത്തയെക്കുറിച്ചാണ് തന്നിട്ടുള്ളത്. നമ്മുടെ യേശുദാസ്, ഇമേജിൻ KJ യേശുദാസ് ഡിക്ലെയർസ് ഹിസ് റിട്ടയർമെൻറ്റ് ഫ്രം പ്ലേബാക്ക് സിംഗിങ്. വാട്ട് വിൽ ബി യുവർ ഹെഡ്ലൈൻ ഫോർ ദി ന്യൂസ് സ്റ്റോറി? എക്സ്പ്ലെയിൻ വൈ ഡിഡ് യു കൺസിഡർ ദാറ്റ് ഹെഡ്ലൈൻ. അതായത് യേശുദാസ് പെട്ടെന്ന് സംഗീത ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങളെങ്ങനെയാണ് അത് ഹെഡ്ലൈനായിട്ട് കൊടുക്കുക, എന്തുകൊണ്ടാണ് ആ ഹെഡ്ലൈൻ കൊടുത്തത് എന്നുള്ള അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഹെഡ്ലൈൻ കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി 10 മാർക്കിൻ്റെ ചോദ്യമാണ്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഹെഡ്ലൈൻസ്, ഇൻട്രോസ് ആൻഡ് ക്യാപ്ഷൻസ് ആർ സെഡ് ടു ബി ദി ടച്ച് സ്റ്റോൺസ് ഓഫ് എൻ എഡിറ്റർ സ്കിൽ. സബ്സ്റ്റാൻഷിയേറ്റ് വിത്ത് എക്സാമ്പിൾസ്. അതായത് ഹെഡ്ലൈൻസും ഇൻട്രോസും ക്യാപ്ഷൻസൊക്കെ ഒരു എഡിറ്ററിൻ്റെ സ്കില്ലാണ് എന്നാണ് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസും അതിനുള്ള സാധൂകരിക്കാനുള്ള കാരണങ്ങളും കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? നമുക്കറിയാം ഹെഡ്ലൈൻസ് കൊടുക്കുന്നതൊക്കെ എഡിറ്ററാണ്. അത് ക്രിയേറ്റീവായിട്ട് കൊടുക്കുന്നവരുണ്ട്. ഇൻട്രോ കൊടുക്കുന്നത് എഡിറ്ററാണ്. ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന എഡിറ്ററാണ്. അത് എത്രത്തോളം ക്രിയേറ്റീവ്നെസ്സും എത്രത്തോളം ലാംഗ്വേജിൽ പ്രാവീണ്യമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നോളേജ് ഉണ്ട് അതിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എഡിറ്റർക്കാണ് അതിൻ്റെ സ്കില്ല് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളത് എന്നുള്ളതാണ്. Next, what do we mean by a news desk? What are its function? Explain the role of a sub-editor and news editor in detail. Direct question ആണ് കേട്ടോ. Next, writing pattern and language differ for different types of newspaper content. Explain citing examples of hard news, features, analytical news, sports news and news involving ടെക്നിക്കൽ മാറ്റേഴ്സ്. അതായത് ഓരോ വാർത്തകളും എഴുതുന്ന രീതി ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു സോഫ്റ്റ് ന്യൂസ് എഴുതുന്ന രീതിയിലല്ല ഒരു ഹാർഡ് ന്യൂസ് എഴുതുക. ഹാർഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുരന്തങ്ങളോ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ. സോഫ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എന്തെങ്കിലും നേട്ടം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകളൊക്കെയാണ് സോഫ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. രണ്ടും എഴുതുന്ന രീതി എന്നുള്ളൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. രണ്ടിലും ഉപയോഗിക്കുന്ന ഭാഷ ഡിഫറെൻ്റ് ആണ്, രണ്ടിലും ഉപയോഗിക്കുന്ന വേർഡ്സ് ഡിഫറെൻ്റ് ആണ്, രണ്ടിലും ഉപയോഗിക്കുന്ന സെൻറ്റൻസ് സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഹാർഡ് ന്യൂസൊക്കെ ആണെങ്കിൽ അത് ഇൻവെർട്ടർ പിരമിഡ് സ്റ്റൈലിലാണ് എഴുതുക. പക്ഷേ സോഫ്റ്റ് ന്യൂസ് ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ എഴുതില്ല. കാരണം അത് കുറച്ചുകൂടി ഒരു നരേറ്റീവ് സ്റ്റൈലാണ്, അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒരു ഹവർ ഗ്ലാസ് സ്റ്റൈൽ അല്ലെങ്കിൽ പിരമിഡ് സ്റ്റൈലാണ് എഴുതുക. ഇൻവെർട്ടഡ് അല്ലാത്ത പിരമിഡ് സ്റ്റൈലിലാണ് എഴുതുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ ആദ്യം പറഞ്ഞ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവസാനം പറയുന്ന ഒരു രീതിയാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ഹാർഡ് ന്യൂസ് സോഫ്റ്റ് ന്യൂസിലൊക്കെ ഉണ്ടാവാറുള്ളത്. അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഡിഫറൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ടോപ്പിക്കും എടുത്ത് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യുക, അതിന് ഉദാഹരണം കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട വേറൊരു വർക്കാണ്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് എഡിറ്റ് ചെയ്യാനാണ്. എഡിറ്റ് ദ ഫോളോയിങ് റോ നരേഷൻ ഇൻ ടു എ ക്ലീൻ കോംപ്രഹെൻസീവ് ന്യൂസ് സ്റ്റോറി. റൈറ്റ് എ സ്യൂട്ടബിൾ ഇൻട്രോ. അറേഞ്ച് ദ ഓർഡർ ഓഫ് ഡീറ്റെയിൽസ് ആസ് നീഡഡ് ആൻഡ് ഡിലീറ്റ് ഓൾ ഇറലവൻറ്റ് ഡീറ്റെയിൽസ്. ഗിവ് എ സ്യൂട്ടബിൾ ഹെഡിങ് ടു. വളരെ സിമ്പിളാണ്, ചെയ്യേണ്ട പണി ഇത്രേ ഉള്ളൂ. ഈ പാരഗ്രാഫ് ഒന്ന് 2-3 തവണ വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിന് നല്ലൊരു ഹെഡ്ലൈൻ കൊടുക്കുക. ഇതിൽ റിപ്പീറ്റ് വന്ന കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യാം. അനാവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറിന് കറക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, എഴുതുക. അത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ചധികം ഉണ്ട്. ഇത് നിങ്ങളുടെ ഇതിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വീഡിയോ ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.